ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാവാൻ പോവുകയാണ്. 13 ഇനങ്ങളിലായിട്ട് 126 ഇന്ത്യൻ താരങ്ങളാകും ഇറങ്ങുക. ദ ഹൈഡ്രോ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങുകൾ. 2022 ബെർമിംഗ്ഹാമിൽ വെച്ച് നടന്ന ഗെയിംസിൽ പുറത്തെടുത്ത മിന്നും പ്രകടനം ആവർത്തിക്കാനാണ് ഇന്ത്യ ഇന്ന് ഗ്ലാസ്ഗോയിൽ ഇറങ്ങുക. ബെർമിംഗ്ഹാമിൽ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുകൾ നേടി 4ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യക്ക് ഇക്കുറി മത്സരയിനങ്ങൾ കുറച്ചത് തിരിച്ചടിയാകും. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഒഴിവാക്കിയ 10 ഇനങ്ങളിൽ ഇന്ത്യക്ക് കഴിഞ്ഞ തവണ 30 മെഡലുകളാണ് ലഭിച്ചത്. ബാഡ്മിന്റൺ, റെസ്ലിംഗ്, ഷൂട്ടിംഗ് അടക്കമുള്ള 10 ഇനങ്ങൾ ഒഴിവാക്കിയെങ്കിലും 126 ഇന്ത്യൻ താരങ്ങൾ 13 ഇനങ്ങളിലായി ഇറങ്ങും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, വെയ്റ്റ് ലിഫ്റ്റ് എന്നിവയിലാണ് ഇന്ത്യൻ മെഡൽ പ്രതീക്ഷകൾ. അത്ലറ്റിക്സിൽ മലയാളി ലോങ് ജംപ് താരം എം ശ്രീശങ്കറിൽ നിന്ന് ഇന്ത്യ മെഡൽ സ്വപ്നം കാണുന്നുണ്ട്. സീസണിൽ മിന്നും ഫോമിലുള്ള ശ്രീശങ്കർ ഫോം തുടർന്നാൽ സ്വർണം തന്നെ ചാടിയെടുക്കും. ഡയമണ്ട് മീറ്റ് അത്ലറ്റിക്സിൽ ചരിത്രം കുറിച്ച ഹൈജംപ് താരം സർവേഷ് കുശാരയിലും മെഡൽ പ്രതീക്ഷയുണ്ട്. ജാവലിൻ ത്രോയിൽ മുൻ ലോക ചാമ്പ്യനും ഒളിമ്പിക് സ്വർണ്ണ ജേതാവുമായ നീരജ് ചോപ്രയും കളത്തിലുണ്ട്. സീസണിൽ 92.62 മീറ്റർ ദൂരം കണ്ടെത്തിയ ശ്രീലങ്കയുടെ രുമേഷ് തരംഗയിൽ നിന്ന് നീരജ കടുത്ത പോരാട്ടം നേരിടേണ്ടി വരും. ബോക്സിംഗിൽ പുരുഷ വനിതാ താരങ്ങൾ മെഡൽ ലക്ഷ്യമിട്ട് റിംഗിലിറങ്ങുമ്പോൾ വെയ്റ്റ് ലിഫ്റ്റിൽ മീരാഭായ് ചാനു ഹാട്രിക് സ്വർണമാണ് ലക്ഷ്യം വെക്കുന്നത്. ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നതിൽ നിന്ന് ഓസ്ട്രേലിയൻ നഗരങ്ങളായ വിക്ടോറിയയും ഗോൾഡ് കോസ്റ്റും സാമ്പത്തിക കാരണങ്ങളാൽ പിന്മാറിയിരുന്നു. തുടർന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കേണ്ടി വന്നതിനാലാണ് മത്സരയിനങ്ങൾ കുറച്ചത്. ഓഗസ്റ്റ് 2-നാണ് ഗെയിംസിന് തിരശ്ശീല വീഴുക. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.